പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ, അതായത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി രാജ്യം മുഴുവൻ അറിയുകയാണ്. അതായത് 5 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ നടന്ന വമ്പൻ അഴിമതികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും കത്ത് നൽകിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മാധ്യമങ്ങളെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. എങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ് BJP എടുക്കുന്നത് എന്നതിനപ്പുറം കോൺഗ്രസിനും ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം യഥാർത്ഥ അഴിമതി പുറത്തു കൊണ്ടുവന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് ബദലാകാൻ കോൺഗ്രസിനെ കാണുകയാണ് ജനങ്ങൾ. BJPയിലുണ്ടായ പ്രതീക്ഷ ആ കൂട്ട ആത്മഹത്യയിലും അതിൻ്റെ കാരണത്തിലും പെട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് BJPക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോർപ്പറേഷൻ രേഖാമൂലം ചെലവാക്കിയ 1000 കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ 20,000 കോടി രൂപയാണെന്നും അത്രയും തുകയുടെ വികസനം തിരുവനന്തപുരത്ത് നടന്നിരുന്നുവെങ്കിൽ ആ നഗരത്തിൻ്റെ ഗതി മാറിയേനെയെന്നും കേന്ദ്രത്തിന് അയച്ച കത്തിൽ പറയുകയാണ്. ഇതിൽ വലിയ അഴിമതിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കോർപ്പറേഷനിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് രേഖകളൊന്നുമില്ല. എല്ലാ വാഹനങ്ങളും നാശമായ ഒരവസ്ഥയിലാണ് എന്നുള്ളതും ഇതിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിയതിലും വൻ ക്രമക്കേടുകളാണ് വന്നിരിക്കുന്നത്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണ ആവശ്യങ്ങൾക്കായി വാങ്ങിയ 50 റിക്ഷകൾ ചാർജിംഗ് സംവിധാനവും ഗുണനിലവാരവും ഇല്ലാത്തത് മൂലം വാറണ്ടിക്ക് മുൻപ് തന്നെ 1 മാസം പോലും ഉപയോഗിക്കാതെ നശിപ്പിച്ചും കളഞ്ഞിരിക്കുകയാണ്. കോടികളുടെ അഴിമതിയാണ് ഇതിൽ നടന്നത് എന്ന് പറയുന്നു. അതുപോലെ ധാരാളം വാഹനങ്ങൾ ഉണ്ടെങ്കിലും നഗരസഭ പുറത്തുനിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അതിലും അഴിമതി കാണിക്കുന്നു. അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് നൽകാനായി 1629 ലാപ്ടോപ്പുകൾ 5 കോടിയിൽ പരം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതും ആ മേഖലയിലെ കുട്ടികൾക്ക് കൊടുത്തതായി ഒരു രേഖയുമില്ല. 2,21,00,000 രൂപ ചെലവാക്കി 8,835 തെരുവ് നായകളെ വന്ധ്യംകരിച്ചു എന്ന് രേഖയുണ്ടാക്കിയത് പച്ചക്കള്ളമാണെന്നാണ് ഇപ്പോഴത്തെ കത്തിൽ പറയുന്നത്. അതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 100 കോടി രൂപ ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിൽ സോളാർ ഊർജ്ജ പദ്ധതി നടപ്പിലാക്കാൻ യോഗ്യതയില്ലാത്ത അനർട്ടിനെ തന്നെ ഏൽപ്പിച്ചു. അതിലും കോടികൾ മുക്കി. അതിലൂടെ പാർട്ടിക്കാർക്ക് ഉപകരാറുകൾ നൽകി ക്രമക്കേടും അഴിമതിയും നടത്തി പദ്ധതി അവതാളത്തിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അഴിമതി. വമ്പൻ അഴിമതികൾ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പുറത്തു വന്നതോടെ കേന്ദ്രത്തിൽ നൽകിയ പരാതിയിലൂടെ ഈ രാജ്യം മുഴുവൻ ചർച്ചയായത് തിരുവനന്തപുരത്തെ CPM ഭരിക്കുന്ന കോർപ്പറേഷൻ്റെ വലിയ അഴിമതിക്കഥകൾ തന്നെയാണ്. ഇത്രയും കാലം പ്രതീക്ഷ വച്ചിരുന്ന CPMൻ്റെ ആ പ്രതീക്ഷകളാണ് അവസാന നിമിഷം തകർന്നു വീണത്.